ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനാണ്. ഇത്തവണ ക്യാപ്റ്റൻ ഇല്ല. ഇത് പറഞ്ഞപ്പോൾ അനുവിൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. അനു മാത്രമാണ് ഇനി അവിടെ ക്യാപ്റ്റൻ ആവാത്തത്. പക്ഷേ പെർഫോം നന്നായിട്ട് ചെയ്ത ഒരാളെ പറയാൻ പറഞ്ഞപ്പോൾ നിവിനാണെന്ന് എല്ലാവരും പറഞ്ഞു. അനുമോൾ ഒഴികെ. അനുമോൾ പറഞ്ഞത് അനീഷിൻ്റെ പേരാണ്. കിച്ചണിൽ ഡ്യൂട്ടി ശരിയാണ്. അനീഷ് നന്നായിട്ട് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അവനവൻ്റെ ഡ്യൂട്ടിക്ക് ഒഴികെ അവനവൻ്റെ ഡ്യൂട്ടിയും ചെയ്തു, പിന്നെ കിച്ചണിലും വർക്ക് ചെയ്തു. ബാക്കി 6 പേരും നിവിൻ്റെ പേരാണ് പറഞ്ഞത്. കിച്ചണിൽ നന്നായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത്. അതിനുള്ള എന്താണോ ഇത് കിട്ടുന്നത് അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു ബിഗ് ബോസ്. പിന്നീട് ജയിൽ നോമിനേഷൻ പറയാൻ പറഞ്ഞു. ആദ്യം അനീഷ് വന്നു. അനീഷിന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറേ ആലോചിച്ചതിന് ശേഷം അനുമോളെയും ആദിലേനെയാണ് പറയുന്നത്. അവർ കിച്ചണിൽ വഴക്കുണ്ടാക്കി. പിന്നീട് മിണ്ടാതെ കുറേ നേരം ദീർഘിപ്പിച്ച് നടന്നു എന്നാണ് ഷാനവാസ് പറഞ്ഞത്. നൂറേൻ്റെയാണ്. അടുക്കളയിലെ ക്യാപ്റ്റൻ എന്ന് മാറ്റുമ്പോൾ പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞത് സാബുമാൻ ക്യാപ്റ്റനായിട്ട് ഒരു വർക്കും ചെയ്തില്ല, ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്നാണ്. നിവിനും പറഞ്ഞത് അനുമോളെയും സാബുമാനെയും സെയിം കാര്യം തന്നെയാണ്. അനുമോൾ പറഞ്ഞത് സാബുമാനെയും നൂറേനെയും. സാബുമാൻ വർക്കൊന്നും ചെയ്തില്ല. നൂറ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഒന്നും വിളിച്ചില്ല. ആദില പറഞ്ഞത് സാബുമാനെയും നൂറേനെയും. സാബുമാൻ പറഞ്ഞത് അനുവിനെയും നൂറേനെയും. അക്ബർ അനുമോളെ പറഞ്ഞു, കുറേ കുറ്റങ്ങൾ പറഞ്ഞു അനുമോളുടെ. പക്ഷേ നോമിനേറ്റ് ചെയ്തത് അനുമോൾ പോവണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. കുറേ തവണ അനുമോൾ പോയതല്ലേ. നൂറേനെയും സാബുമാനെയാണ് പറഞ്ഞത്. നൂറ പറഞ്ഞതും അനുമോളി ആദിലേനെയാണ്. ഇത്തവണ നോമിനേഷൻ കിട്ടിയത് സാബുമാനും നൂറയ്ക്കുമാണ്. പക്ഷേ ഇത്തവണ പോകണം എന്നില്ല എന്ന് ബിഗ് ബോസ് പറയുമായിരുന്നു. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ പോവാമെന്ന് പറഞ്ഞത് പ്രകാരം സാബുമാനും നൂറയും പോവാൻ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.